Welcome to Onanna Ruji, co-powered by Sundips and 916 Coco brand coconut oil, dairy partner Payshi, and our education partner Moonar Catering College. ഇന്നത്തെ അതിഥിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലൂടെ അപ്പുണ്ണി എന്നൊരു കഥാപാത്രം അത് ചെയ്ത് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ശുദ്ധഹാസ്യത്തിൻ്റെ ഒരാൾ, കോഴിക്കോട്ടുകാരനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിനോദ് കോവൂരാണ്. വിനോദ് ഏട്ടാ, നമസ്കാരം. കുറേ നാളായിട്ട് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞിരുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം. നല്ല നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നു. ആദ്യം തന്നെ ഒന്നൊന്ന രുചിയിൽ വന്നതിൽ വളരെ സന്തോഷം എനിക്കിപ്പോൾ. അപ്പോൾ എന്താണ് ഇന്നത്തെ ഡിഷ്? ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാചകക്കാരനല്ല, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ നിർബന്ധമായിട്ട് 2-3 കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിച്ചിരിക്കണം എന്ന് വൈഫ് പറയാറുണ്ട്. കാരണം വൈഫ് എപ്പോഴെങ്കിലും കടന്നു പോയാൽ ഭക്ഷണം കഴിക്കണമല്ലോ. അതെ. അപ്പോൾ എനിക്ക് ഫിഷാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, മാംസങ്ങളെക്കാൾ കൂടി. അത് കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ഫിഷ് എന്ന് പറഞ്ഞ ഒരു മീൻകടയൊക്കെ കോഴിക്കോട് തുടങ്ങി അടിപൊളി ഫ്രഷ് ഫിഷൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. 4-5 സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചേർന്ന് സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉള്ള ഒരാൾക്കാരാണ്. അപ്പോൾ ഡയറക്റ്റ് ഫിഷ് കിട്ടുന്ന ഒരാളാണ്. വിനോദേട്ടാ, നിങ്ങളുടെ കഥകളൊക്കെ കേട്ടു. അപ്പോൾ ഈ മീൻ കച്ചവടം, മീനിന്റെ സംഭവങ്ങളൊക്കെ ഒരു എക്സ്പെർട്ട് ആയിട്ട് ഒരാൾ എന്തായാലും ഒരു അടിപൊളി മീൻ വ്യൂവോ ആയിരിക്കും കൊണ്ടുവരും നമുക്കറിയാം. അല്ല, ഞാൻ അതിന് മുമ്പേ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എനിക്കറിയാം, ഞാനൊരു കുക്കല്ല, ഞാൻ നന്നായിട്ട് ഭക്ഷണം ആസ്വദിക്കുന്ന ഒരാളാണ്. അതെ, ശരിക്കും കുക്ക് എൻ്റെ ഭാര്യയാണ്. അതെ, അവള് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. അവളിപ്പോൾ വെക്കുന്നതൊക്കെ അങ്ങനെ കണ്ടുപഠിച്ച്. കോഴിക്കോടുകാർ നന്നായിട്ട് ഫുഡ് കഴിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അല്ലേ? നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. കോഴിക്കോടുകാരനാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞാനൊരു മീൻ കൊതിയനാണ്. അതെ, ഞാൻ ഒരു മീൻകട നടത്തുന്നതുകൊണ്ട് തന്നെ എനിക്ക് മാംസങ്ങളെക്കാട്ട് കൂടുതൽ ഇഷ്ടം മീനാണ്. ഏറ്റവും ഇഷ്ടമുള്ള മീനിന്റെ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഒത്തി ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അത് കൂടാണ്ട് വലിയ ചട്ടി കലമൊന്നും വേണ്ട. ഒരു കുക്കർ ഉണ്ടെങ്കിൽ ആ ഒരു 1 കുക്കറിനകത്ത് 5-6 ലോക്കൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ സാധനം ഉണ്ടാക്കാന്നാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ പ്രോസസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി അത് 3 നമ്മൾ ക്രഷ് ചെയ്തെടുത്താണ്. അരക്കണ്ട, വെറുതെ മിക്സിയിലിട്ട് ഒരു അടി അടിച്ചാൽ അതായത് ആ ബൈറ്റൊക്കെ കിട്ടണം. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടി, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ്. അതെ, എരിവിനനുസരിച്ച്. എന്നിട്ട് ഇത് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പും വേണം. ഇതുകൊണ്ട് മിക്സ് ചെയ്യണം. ഓക്കെ. ഇത്തിരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ. ലേശം വെള്ളമോട് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചില്ല, ജസ്റ്റ് അതിനൊന്ന് ഒരു കുഴമ്പ് പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, അല്ലേ? കാരണം ഇതിലേക്കാണ് ഇനി നമ്മളെ മത്തി ഇറങ്ങാൻ പോകുന്നത്, ഈ മസാലയിലേക്ക്. അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരഞ്ഞ മത്തി ഇട്ടൊന്ന് മറിനേറ്റ് ചെയ്യും. അതെ, അല്ലേ? ഓരോ മത്തിയും ഇതിന് മുന്നിലേ ഒന്ന് മുക്കിയെടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് മാത്രമല്ല, നിങ്ങളുടെ കുറെ കഥകളൂടെ കേൾക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ സി കേരളത്തിൽ തന്നെ ചേട്ടൻ സി കേരളത്തിന്റെ ഫാമിലിയിലുള്ള ഒരാളാണ്. ഓക്കെ. അപ്പൊ അത് നന്നായിട്ട് പോയി കേരള അനുഭവങ്ങൾ. അപ്പൊ ആ ഒരു ഷോയെ കുറിച്ച് അല്ല, സത്യം ഞാൻ വലിയൊരു ഭാഗ്യവാനാണ്. എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇപ്പൊ ഞാനൊരു മീൻകാരനാവാൻ കാരണം ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഇപ്പം സി കേരളയിൽ എനിക്ക് കിട്ടിയ അപ്പുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് ചെറിയൊരു ഡിസാബിലിറ്റി ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ള എന്ന് എനിക്ക് ഭയങ്കര. കാരണം ഞാൻ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഈ മോണോ ആക്ട് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഐറ്റം. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മാനം വാങ്ങിച്ചത് മോണോ ആക്ടിലാണ്. ഓക്കെ. അപ്പോൾ മോണോ ആക്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഈ മോണോ ആക്ടിൽ ഒരു പൊട്ടനോ അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ അവതരിപ്പിക്കും. അതിന് ഭയങ്കര കയ്യടിയാണ്. ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര റിയാലിറ്റി ആണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇപ്പോൾ സി കേരളയിൽ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വന്നപ്പോൾ കഥാകൃത്ത് എനിക്ക് എഴുതി വെച്ചിരിക്കുന്നത് അപ്പുണ്ണി എല്ലാവരും നോർമലാണ്, അപ്പുണ്ണി ഇത്തിരി അബ്നോർമലാണ്. ഓക്കെ. പക്ഷെ അപ്പുണ്ണിക്ക് എല്ലാം അറിയാം. അപ്പുണ്ണി വീട് കാര്യങ്ങൾ നോക്കും. ഏറ്റവും കൂടുതൽ അപ്പുണ്ണിയുടെ ജീവൻ എന്ന് പറയുന്നത് പശുക്കളാണ്. തൊഴുത്തിൽ 2 പശുക്കളുണ്ട്. ആ പശുക്കളാണ് അപ്പുണ്ണിയുടെ ജീവിതം. അവർക്ക് വേണ്ടിയാണ് ശരിക്കും അപ്പുണ്ണി ജീവിക്കണമെന്ന് പറയാം. അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ പാല് കറക്കുക, അത് സൊസൈറ്റിയിൽ എത്തിക്കുക, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ. എപ്പോഴും ഈ പശുക്കളെ, കാരണം സങ്കടങ്ങൾ വരെ പോയി പറയുന്നത് പശുക്കളോടാണ്. ഓക്കെ.
വീട്ടിൽ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അല്ല. അങ്ങനെ പശുക്കളായിട്ട് വല്ലാത്തൊരു ബന്ധം സ്ഥാപിക്കുന്ന ഒരാള്. ഇപ്പൊ എവിടെ പോയാലും ആളുകൾ അപ്പുണ്ണി അത് ഏറ്റവും കൂടുതൽ ഈ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നത് അമ്മമാരാണ്. അമ്മമാരും കുട്ടികളും അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടൻ ഈ ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത് നാട്ടും പുറത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒരു അത് കൂടാണ്ട് നിങ്ങൾ പറഞ്ഞു മോണോ ആക്ട് ഒക്കെ ചെയ്ത് ചെറുപ്പം മുതലേ അതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു റോളൊക്കെ വരുമ്പോൾ ഈ ചുറ്റുപാടൊക്കെ ഉള്ളവരെ ഒബ്സർവ് ചെയ്തിട്ട് നാട്ടുകാരെ അതൊക്കെ ഇപ്പോഴും ചെയ്യുമോ? അത് എനിക്ക് നേരത്തെ ഉണ്ട്. ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ എന്നെ സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ്സിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ട് ടീച്ചർമാർ അനുകരിച്ചിട്ട്. അത് കൊച്ചുനാളിലേ ഉണ്ട്. 5ാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ടീച്ചറെ ക്ലാസ്സിൽ നിന്ന് അനുകരിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഹാപ്പി ആയിരിക്കും, കുട്ടികളൊക്കെ കഴിക്കും. പക്ഷേ ഏതെങ്കിലും കുട്ടി പോയിട്ട് പറഞ്ഞു കൊടുക്കും ടീച്ചറെ വിനോദം ഇവിടെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അടി പുറത്തൊക്കെ. അപ്പോൾ ആ കാലത്തെ നമുക്ക് ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ യാത്രകളിൽ ഏറ്റവും കൂടുതൽ ട്രെയിൻ യാത്രയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കും. കാരണം ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടുക. എ സിയിലിരുന്ന് നമുക്ക് കഥാപാത്രങ്ങൾ കിട്ടില്ല. അവർ എ സി ഇരിക്കുമ്പോൾ അവരുടെ അഥവാ കഥാപാത്രങ്ങൾ വേറെ മൂഡിലായിരിക്കും. അതെ, എ സിയിലിരിക്കുന്ന ആളുകൾ ഇപ്പോൾ എന്നെ കാണുമ്പോൾ അവർ ഇത്രയേ ഉള്ളൂ. പക്ഷെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞ ആള് അയ്യോ ഇത് അപ്പുണ്ണിയല്ലേ, അതെ, ഒരു സെൽഫി എടുക്കാൻ സെൽഫി എടുക്കും. പിന്നെ അവരുടെ സംസാരമാണ് അത് വളരെ നിഷ്കളങ്കമായിട്ടാണ് അവർ സംസാരിക്കുക. ഇത് ഒരാളല്ല, അപ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പല ആളുകളും പല ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. ഇവരുടെ ചില ആളുകളുടെ സംസാരം. ഇപ്പം ഇന്നലെ ഞാൻ രാത്രി കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പം ഇന്നലെ ഞാൻ എ സിയിലാണ് യാത്ര ചെയ്യണത്. എ സി കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് എല്ലാവരും ഉറങ്ങുമ്പം ഒരാൾ മൊബൈലിൽ ഭീകര പ്രശ്നമാണ് അയാളുടെ ഭാര്യയായിട്ട്. ഇയാൾ ഇയർഫോൺ വെച്ചിട്ട് സംസാരിക്കണം. പക്ഷെ ഇത് ട്രെയിനിലുള്ള എല്ലാവരും കേൾക്കുകയാണ്. ഞാനങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വന്നിട്ട് ശരിയാക്കി. അപ്പം ഞാൻ എണീറ്റിരുന്ന് ഇയാളെങ്ങനെ ശരിക്കും ഒബ്സർവ് ചെയ്തു. ഇയാളൊന്നും അറിയുന്നില്ല ഇയർഫോണോട് സംസാരിക്കുമ്പോഴേ. അപ്പം ഒബ്സർവേഷൻ സ്കില്ല് സത്യനന്ദിക്കാട് എനിക്ക് ആ വിക്ക് എന്നുള്ള ക്യാരക്ടർ ഞാൻ വേഗം എനിക്ക് പരിചയമുള്ള വിക്കുള്ള ഒരാളെയാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു സാറിന്. സാർ ഇത് മതി, കറക്റ്റ് വിനോദ്, ഇത് മതി എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന അപ്പുണ്ണി ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അവൻ എന്നോട് ചോദിച്ചു, വിനോദ് ഇതിൽ ഡയറക്ടറായ സുഖിൽ എന്നോട് ചോദിച്ചു, വിനോദ നമുക്ക് എന്തെങ്കിലും ഒരു മാനറിസം കൊണ്ടുവരാൻ പറ്റുമോ? നടത്തവും കാര്യങ്ങളൊക്കെ ഓക്കെ, എന്തെങ്കിലും ഒരു മാനറിസം. അപ്പം ഞാൻ എന്ത് മാനറിസാ കൊണ്ടുവരിക കണ്ണങ്ങടെ ചെമ്പി ഇത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അയാൾക്കുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ മത്തികളെല്ലാം ഇപ്പം എരിവും പുളിയിലും കുളിച്ച് കിടക്കുക, നന്നായിട്ട് മസാലയൊക്കെ വെച്ച് പിടിച്ചിരിക്കും. കഥ പറയുന്ന സമയം കൊണ്ട് മത്തി നന്നായിട്ട് മറിഞ്ഞിട്ടായിട്ടുണ്ട്. ഇനി ഇത്തിരി വെളിച്ചെണ്ണ നമുക്ക് ഈ കുക്കറിന്റെ അടിയിൽ വളരെ കുറച്ച് മതി. പിന്നെ നമ്മൾ ഇനി നമ്മൾ മത്തി ഇതിനകത്തേക്ക് ഇറക്കുകയാണ്. ഓക്കെ, മത്തി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു രസക്കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പുളിയാണ്. ഇത്തിരി പുളിവെള്ളം ഒഴിക്കണം. കോഴിക്കോടുകാരനായിട്ട് കോഴിക്കോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ല, എനിക്ക് കോഴിക്കോട് ഞാൻ എപ്പോഴും ഫിഷ് കറി മീൽസ് ആണ് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ കൂടെ ഒരു ഫ്രൈ ഉണ്ടാവും. അത് ഏറ്റവും എനിക്കിഷ്ടം ഈ കരിമീൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. കരിമീൻ പൊള്ളിച്ചത് അതിപ്പോൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ അത് വാങ്ങിക്കും. ഈ മസാലയൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ആ മസാല ഉണ്ടാക്കി അതിനകത്ത് മീൻ നന്നായിട്ട് മറിഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു കുക്കറിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പില വിതറി അതിൻ്റെ മേലെ മീൻ ഓരോന്നായിട്ട് അടുക്കി വെച്ച് ബാക്കിയുള്ള മസാല എല്ലാം അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഒരു ഇത്തിരി വളരെ കുറച്ച് പുളി മതി. കാരണം ഇതിന് ഗ്രേവി ഉണ്ടാവില്ല. ഫ്രൈ ലേശം പുളി എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ എല്ലാ വശത്തിലേക്കും വീഴുന്ന രീതിയിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ അപ്പോൾ അതിനകത്ത് ചാറോ വെള്ളമോ ഒരു തുള്ളിയില്ല. ഞാൻ ഒരു ഉള്ളിയുടെ മസാലയിൽ ഇത് കുക്കാവുമ്പോഴാണ് ഇത് അടയ്ക്കാനില്ല. ഇനി നമുക്ക് ആ ഇല വെക്കാം. ആ വാഴയില കിടക്കും. ഈ വാഴയിലേക്കൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ഒരു വാഴയില എന്തെങ്കിലും ഇപ്പോൾ വാഴയിലയിൽ ഇപ്പോൾ ഈ നമ്മൾ ഉപ്പുമാവില്ല, അതെ, ഈ ഉപ്പുമാവ് വാഴയിലയിൽ തിന്നു കഴിയുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ആ ഇല വാടിയൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ ഇലയുടെ ആയാലും. അതെ, ഓക്കെ, മതിയല്ലോ. ഇനി നമുക്ക് മൂടിക്കളയാം. ഇനി 2 വിസിൽ കഴിയുമ്പോഴേക്ക് കുക്കർ മത്തി റെഡിയാവും. അപ്പോൾ ഈ മീനൊക്കെ നിങ്ങൾ കച്ചവടമൊക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ട് പാർട്ട്ണർക്ക് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കടലിലൊക്കെ പോയിട്ടാണോ ഈ മീനൊക്കെ എടുക്കുന്നത്?
എന്നോട് എൻ്റെ പാർട്ട്ണർമാർ പലപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ദിവസം കടലിൽ പോയാലോ വിനോദേട്ടാന്ന് പറയും. അപ്പം ഞാൻ വന്ന് അത് വേണോ, കടലിൽ ഈ തോണിയിൽ പോയിട്ടാണല്ലോ ബോട്ടിലാണല്ലോ, അപ്പം ആഴക്കടലിൽ പോയിട്ടാണല്ലോ പിടിക്കുക. അതെ, എനിക്ക് ഈ വെള്ളം ഭയങ്കര പേടിയാണ്. അയ്യോ അങ്ങനെ ഉണ്ടെങ്കിൽ 2018 റോള് തരണ്ടായിരുന്നു. വെള്ളം പേടിയാണ്. വെള്ളം നീന്തൽ അറിയില്ല ഒന്നാമത്. എൻ്റെ വൈഫ് നീന്തും. വൈഫിനെ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയിൽ നീന്തേണ്ട ഒരു അവസ്ഥ വന്നാൽ ഏട്ടൻ കുടുങ്ങി പോയിട്ടോ. അത് ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ, ആ സീരിയലിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. അപ്പോൾ ആതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്താണ് ഷൂട്ട്. അപ്പോൾ പോകുമ്പോഴേ അമ്മ പറയുന്നുണ്ട്, മോനെ അതിനകത്ത് നിറയെ പുഴയും കാടൊക്കെയാണ് കേട്ടോ, എനിക്ക് നീന്തൽ പോലും അറിയാത്താന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഞാനവിടെ ചെന്ന് എനിക്ക് വേഷമൊക്കെ തന്നു. ഫസ്റ്റ് സീനിയർ ഡയറക്ടർ അപ്പോൾ വിനോദ്, ഫസ്റ്റില് വിനോദിനെ വില്ലൻ ചവിട്ടിയിട്ട് വെള്ളത്തിലേക്ക് താഴ്ത്തിയിരുന്ന സീനാണ്. അതോടെ എൻ്റെ കംപ്ലീറ്റ് ചെയ്തും പോയി. അങ്ങനെ ഞാൻ അസോസിയേറ്റഡ് പറഞ്ഞത് എനിക്ക് നീന്തൽ അറിയില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അയ്യോ വിനോദ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാൾ ഡയറക്ടർ, അപ്പോൾ ഡയറക്ടർ എന്തത് നീന്തലൊക്കെ പഠിക്കണ്ടേ, നീന്തൽ അറിയാത്തവർക്ക് ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ചെയ്തു തരണം. എനിക്ക് സാർ പേടിയാണ്. അവസാനം എന്നെ തള്ളിയിടുന്നത് ആഴമില്ലാത്തൊരു ഭാഗത്തേക്ക് ആക്കി. എന്നിട്ടും ഞാൻ മുങ്ങി. എന്നിട്ടും വെള്ളമൊക്കെ കുടിച്ചു പോയി ഞാൻ. പക്ഷെ അത് അങ്ങനെ ഭാഗ്യത്തിൽ ചെയ്തു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നാലാണ്. ബാക്കിയെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ല അങ്ങനെയുള്ള ഒരു വേഷം ചിലപ്പോൾ നമുക്ക് ഇതില്ലെങ്കിൽ എല്ലാം ഒരു ആക്ടറെന്നാവും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ജനറലുള്ള റോളെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നാടൻ. അപ്പോൾ ഇനി ഒരു ഏതെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വലിയൊരു മലയാളത്തിലെ സംവിധായകൻ നല്ലൊരു കഥയൊക്കെ പറഞ്ഞൊക്കെ ഒക്കെയാണ്. അപ്പോൾ ഒരു തോണിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ വലിയൊരു പുഴയക്കടെ മുളയുടെ ഇതൊക്കെ വെച്ച് ഊന്നിക്കൊണ്ട് പോകുന്ന റോളൊക്കെ ഒരു വള്ളക്കാരനാണെന്ന് പറഞ്ഞാൽ നോ പറയൂ. അല്ല നോ പറയാന്ന് വെച്ചാൽ അവിടെ ഒരു ധൈര്യം സംഭരിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടാനുള്ള ഒരു അവസ്ഥ ഇല്ലാതിരുന്നാൽ മതി. തുഴയാനൊക്കെ നമുക്ക് വേണമെങ്കിൽ 2018 വേഷമായിരുന്നെങ്കിൽ ഇന്ദ്രൻ ചേട്ടന്റെ ഒക്കെ വേഷം കിട്ടിയത്. അല്ല സത്യത്തിൽ അതിൽ എനിക്ക് അത് പേടികൊണ്ടാണ്. പിന്നെ വൈഫൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ മൂകാംബിക പോയി കഴിഞ്ഞാൽ സൗപർണികയിലേക്ക് എൻ്റെ വൈഫ് ഇങ്ങനെ നീന്തി ഞാനിങ്ങനെ ഇരുന്നിട്ട് നോക്കും, ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരിക്കും. അങ്ങനൊരു അനുഭവം ഉണ്ടായി. അതാണ് ഇപ്പോൾ കലാജീവിതത്തിൽ എനിക്കറിയാത്തൊരു കാര്യം. ഇപ്പോൾ ഇത്രയും പല വേദികളിൽ പോയിട്ടുണ്ട്, പലയിടത്തും ഒത്തിരി അഭിനയിച്ചു, ഒരുപാട് ഷോയിലൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു ഓർമ്മയിൽ ഏറ്റവും മെമ്മറബിളായിട്ട് ആളുകളുടെ ഒരു സ്നേഹം, നല്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പലതരത്തിൽ നിങ്ങൾ ആളുകളെ തിരിച്ചറിയും. മറ്റേ അത്രയ്ക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്ത് അപ്പുണ്ണിയെ പോലെ തന്നെ പല വേഷങ്ങളും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം ഭയങ്കരമായിട്ട് മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഞാൻ പറയാം. ഒരിക്കലും ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ ഇനി 1 മണിക്കൂർ സമയമുണ്ട്. അപ്പം ഇങ്ങനെ വന്ന് എൻ്റെ മുന്നിൽ കൂടെ പോണവരൊക്കെ എന്നെ കാണുമ്പോൾ വിനോദ് കൗർ എന്നൊക്കെ പറഞ്ഞ് പലരും വന്ന് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നു, പോണു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബാപ്പയും ഉമ്മയും ഒരു ചെറിയ മോളും കൂടി ഇങ്ങനെ എൻ്റെ മുന്നിൽ കൂടെ പോകണം. അപ്പോൾ മോള് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവളിങ്ങനെ ഭയങ്കര അവളുടെ കണ്ണൊക്കെ വിടർന്നു, അവൾ എന്നെ നോക്കി ഇങ്ങനെയൊക്കെ കാണിച്ചു. പിന്നെ അവൾ ഉമ്മയോടും ബാപ്പയോടും ഇങ്ങനെ തോണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഇയാളാണ് മൊസക്കായിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ എൻ്റെ അടുത്ത് വന്ന് അയ്യോ മോളാണ് കാണിച്ചു തന്നത്. ഞാൻ ആ മോള് ഞങ്ങൾ നേരത്തെ കണ്ടു, ഞാൻ അവൾക്ക് ടാറ്റയ്ക്ക് കൊടുത്താണ്. അയ്യോ ഇങ്ങനെ ഒരു ഭ്രാന്തിയില്ല, നിങ്ങളുടെ എപ്പിസോഡുകളെ അവൾ കാണുള്ളൂ, ഭയങ്കര അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടീനെ ഞാൻ എടുത്തു ഒരു ഫോട്ടോ. ഇവർ മൊത്തം നിന്നിട്ടൊരു ഫോട്ടോ. ചേട്ടൻ കുട്ടിക്കിൻ്റെ അടുത്ത് പോകാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ അവർ പോയി കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരുന്ന ഒരു സെൻറ്ററിലേക്കാണ് എൻ്റെ സീറ്റ്. ഞാനിരുന്നപ്പോൾ ഈ ഫാമിലി ഈ ഫ്ലൈറ്റിലേക്ക് തന്നെ കയറി വരും. അപ്പോൾ എൻ്റെ അടുത്തെത്തിയപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും ഈ കുട്ടിക്ക് വീണ്ടും കൗതുകം. ചെറിയ മോളാ. എന്നെ കണ്ടപ്പോൾ ഹായ് അങ്കിൾ ഈ ഫ്ലൈറ്റിൽ തന്നെയാണോ പറഞ്ഞതേ. അങ്ങനെ ഇവർ ഹായ് പറഞ്ഞ് എൻ്റെ തൊട്ട് പുറകിലൊരു 3 സീറ്റ് പുറകിൽ ഇവർ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഒരു കരച്ചിൽ കേൾക്കണം. ഈ കുട്ടിയാണോ, ഒരു കുട്ടി കരയണം, ഭയങ്കര ഷാടി പിടിച്ച് കരയുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ കുട്ടിയാണ്. അപ്പം ഞാൻ പേരൻസിനോട് ചോദിച്ചു എന്താ പ്രശ്നം. ഒന്നുമില്ല എന്ന് പറഞ്ഞു അവർ. അപ്പം ഞാൻ വീണ്ടും ഇരുന്നു. പിന്നെ ഫ്ലൈറ്റൊക്കെ എടുക്കാൻ നേരത്തേക്ക് ഈ കുട്ടി വേണ്ട എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഭയങ്കര ഷാടി പിടിച്ച് കരയണം. അപ്പം ഞാൻ എഴുന്നേറ്റ് ചെന്നു. എനിക്ക് തോന്നി എന്താ പ്രശ്നം. അപ്പോൾ കുട്ടിയുടെ അമ്മ അതേ പിന്നെ അവൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞ അതിനെന്തിനാണ് കുട്ടി എത്ര നേരം, എനിക്കത് തോന്നി എന്ന് പറഞ്ഞ് ഞാൻ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്തേക്ക് കൊണ്ട് പോകും. പിന്നെ ഞാൻ ഈ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഫ്ലൈറ്റിലിരിക്കുകയാണ്. ദുബായിൽ എത്തുന്ന വരെ ഞാൻ ഈ കുട്ടിക്ക് മിമിക്രി കാണിച്ചു കൊടുക്കണം, പാട്ട് പാടി കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം. സാധാരണ ദുബായിലേക്കുള്ള യാത്രയിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ ഒരു ഉറക്കമാണ്. അന്ന് ഈ കുട്ടി എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഞാനും ഭയങ്കര സന്തോഷം. എനിക്ക് ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ഈ കുട്ടി ഭയങ്കര കൗതുകത്തോടെ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ കുട്ടിയൊക്കെ ഇതൊക്കെ ഭയങ്കര കൗതുകം. അപ്പോൾ അവള് ഞാനിത് ആക്കുമ്പോഴേക്കും അവള് അപ്പോൾ അങ്കിൾ വീണ്ടും അപ്പോൾ വീണ്ടും അങ്ങനെ ഓരോ ശബ്ദങ്ങളും ഉണ്ടാക്കി പാട്ട് പാടിക്കുക. ആ ഫ്ലൈറ്റിലിരുന്ന എൻ്റെ അടുത്തിരുന്ന ആളുകൾക്കൊക്കെ അത്ഭുതമായി. ഞാൻ അവരൊക്കെ പറഞ്ഞു
അച്ഛനും അമ്മയും ഉണ്ടായിട്ട് ഈ കുട്ടി അവിടെ എത്തിയപ്പോൾ ഈ പേരൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ മോള് വേറൊരാളടുത്ത് ഇങ്ങനെ പോയിട്ട് മിങ്കിൾ ചെയ്യാറില്ല. ഞങ്ങൾക്ക് അത്ഭുതമാണ്. കാരണം നിങ്ങളിലെ ആ ക്യാരക്ടറിനെയാണ് ആ കുട്ടി കണ്ടുപഠിച്ചത്. കാരണം അവൾക്ക് ഇതെന്നെ കാണാൻ തന്നെയാണല്ലോ. ആ മോളെ ഞാൻ ഇന്നും മറക്കില്ല. കാരണം 3.5 മണിക്കൂർ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഫാനായിട്ട് ഒരാളുണ്ടാവും. നമുക്ക് ദൈവത്തോടൊക്കെ നന്ദി പറയുന്നൊരു മുഹൂർത്തമാണ്. ഇത് നമ്മളങ്ങനെ കഥ പറഞ്ഞ് നമ്മുടെ മത്തി ഇതേ ഒരു പീരയൊക്കെ വെക്കില്ലേ, മത്തി പീര വെക്കുന്ന അതേ പരുവത്തിൽ ഡ്രൈ ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് അല്ലാതെ ഇതിൻ്റെ ബോണൊക്കെ ഇതുണ്ട്. എന്നാൽ നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതേ ഷേപ്പിൽ തന്നെ ഈ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അത് ആ ഫ്ലേവർ ഇവിടെ തന്നെ ആ മത്തിക്കകത്ത് ആ ചെറിയ ഉള്ളിയുടെയും അതിൻ്റെ എല്ലാ മസാലയും കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ കഴിക്കാം, എനിക്ക് ഇനി പറയാൻ വയ്യ. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. പറഞ്ഞ പോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ചേർത്ത് മീനകത്ത് നന്നായിട്ട് ഒതുക്കിയെടുത്ത് പുളി അത് കുക്കറിനകത്ത് വെച്ച് കറിവേപ്പിലയുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കറിവേപ്പില ഇട്ട് മീൻ അടുക്കി വെച്ച് ഈ മസാല എല്ലാം കൂടെ വെക്കുന്നു. മേലെ കുറച്ച് പുളിവെള്ളോട് ഇട്ടിട്ട് 2 വിസിൽ ഈ പരുവത്തിൽ കിട്ടുന്ന ഒരു മത്തി, കുക്കർ മത്തി പീര. ഇത് ചപ്പാത്തിക്കും പുട്ടിനും അപ്പത്തിനും എല്ലാം കൂട്ടാം. നല്ലൊരു പെരണ്ട മസാലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി അറിയാത്തവർ ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിൾ. അപ്പോൾ താങ്ക് യു വിനോദേട്ടാ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിലും ഞങ്ങളോട് സമയം ചെലവഴിച്ചതിലും നന്ദി. എന്തായാലും ഒരു സമ്മാനമുണ്ട്. ഓക്കെ, സ്വീകരിക്കാം. ആദ്യം തന്നെ 916 കൊക്കോ ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റാണ്. പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ്. ഓക്കെ. സൺഡിപ്സിൻ്റെ ഒരു ഗിഫ്റ്റ്. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെല്ലാം ചിരിപ്പിച്ചുകൊണ്ട് നാച്ചുറലായിട്ട് ചിരിപ്പിക്കുന്ന ഒരു പുതിയൊരു അഭിനയ മുഹൂർത്തം മലയാളികൾക്ക് കാഴ്ചവെച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കോഴിക്കോടുകാരനായ കോവൂർ എന്ന ആ സ്ഥലപ്പേര് മലയാളത്തിൽ എല്ലാവരെയും അറിയിപ്പിച്ച ചേട്ടന്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല വേഷങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പുതിയ ബിസിനസ്, ഈ ഫിഷിൻ്റെ ബിസിനസ്, നല്ല മത്സ്യങ്ങൾ കൊണ്ടുവന്ന ആളുകൾ കൊടുക്കണമെന്നൊരു ഉദ്ദേശത്തോടാണ് തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് ഔട്ട്ലെറ്റ് കോഴിക്കോട് വീണ്ടും വരുന്നു. അത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. പ്രേക്ഷകരോടും 2 വാക്ക് പറയട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു ഷെഫിനെ, സുരേഷ് പിള്ള എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രഗത്ഭന ഒരാളുടെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാധിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ഒപ്പം സീ കേരളയിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ അപ്പുണ്ണിയെ കാണുന്നുണ്ട്, വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ എപ്പിസോഡും കാണുക. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എനിക്കിതേ അറിയുള്ളൂ. പിന്നെ ഉണ്ടാകുന്ന ഈ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് കാര്യമായിട്ട് അറിയുള്ളൂ. പക്ഷെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പ്രോഗ്രാം ഒത്തിരി പേര് കാണുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരുപാട് ഡിഷുകളെ കുറിച്ച് അറിയാനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, ഒപ്പം എൻ്റെ പ്രോഗ്രാമൊക്കെ കാണുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്, മോരുകറിയാണ്. പക്ഷേ ഈ മോരുകറിയുടെ പ്രത്യേകത മുരിങ്ങയിലയും പച്ചമുളക് ഫ്രൈ ചെയ്തും കൂടി ഇട്ട് വയറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ ചില്ലി എന്ന് പറയുന്ന മുളക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എരിവ് കുറയും. അപ്പോൾ ആ മുളകും മുരിങ്ങയിലയും കൂടെ ഫ്ലേവറായിട്ടുള്ള മോരുകറിയാണ്. അപ്പോൾ എണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് മുളക് ഫ്രൈ ചെയ്തെടുക്കണം. മുളകൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പൊട്ടി തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇതിനകത്ത് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുളകൊന്ന് എണ്ണയിൽ ഫ്രൈ ആയിക്കോട്ടെ. ഇതിൻ്റെ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, ലേശം ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് നല്ല മഷി പരുവത്തിൽ അരച്ച് വയ്ക്കുക. അപ്പോൾ ഈ അരപ്പ് ആദ്യം ഇട്ടു. അതിലേക്ക് തൈര് ഒഴിച്ചു. ആവശ്യമുള്ള ഉപ്പിട്ടു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇതെങ്ങനെ മിക്സായിട്ട് വെച്ചു. നമ്മൾ മുളക് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്.
ഫ്രൈ ചെയ്ത മുളക് ഈ മോരിലേക്ക് ഇടുകയാണ്. ഇനി അതേ എണ്ണയിൽ നമുക്ക് താളിക്കണം. താളിക്കാനായിട്ട് ആദ്യം കടുക്, ലേശം ഉലുവ, ഒരൽപ്പം ജീരകം, വത്തൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ ചൂടിൽ തൈര് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം ഈ താളിപ്പൊഴിച്ചാൽ ഈ മോരുകറി റെഡിയാവും. ഉള്ളി വാടി വരുന്ന പരുവത്തിൽ മുരിങ്ങയില പൊതുവേ ഈ മഴക്കാലത്താരും കഴിക്കാറില്ല. പക്ഷേ മഴ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇത് വളരെ രസകരമായ ഒരു കറിയാണ്. ഇതേ മുരിങ്ങയിലയും കൂടി ഇതിനോടൊപ്പം തന്നെ ഇടുന്നു. ഒരു നുള്ള് മുളക് പൊടി, മുരിങ്ങയിലയും താളിപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ മോരുകറിയിലേക്ക് ഇടുന്നു. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. മുരിങ്ങയിലയും വറുത്ത പച്ചമുളക് താളിച്ച മോരുകറിയാണ്. വളരെ വേഗത്തിൽ 5 മിനിറ്റ്സ് മതി ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ മഴക്കാലത്ത് സാധാരണ പറയാറുണ്ട്, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മുരിങ്ങയില വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങയില വെച്ച് താളിച്ച് ഈ ഒരു മോരുകറി ഉണ്ടാക്കി ചോറുമായിട്ട് കഴിക്കാൻ അസാധ്യ രുചിയാണ്. താങ്ക് യു സോ മച്ച്.